Hello students, my name is Praveen Kumar and I will be teaching you the subject of fluid machinery. So welcome to the first session of our first module. Okay, so students, just please note it down that the subject code for this particular subject fluid machinery is nothing but MET 206. Okay, MET 206 and the various course outcomes expected in these courses are mentioned in the Moodle. You just go through it. Okay, just go through it and let us start. Right. So students, in the previous semester you have already learned the subject called fluid mechanics, right? Fluid mechanics. So you have studied all the basic principles and laws in case of fluid flow, right? Fluid flow. So our subject is fluid machinery. So fluid machinery, the subject fluid machinery is nothing but the working of the machines which is working based on flow of fluid, right? And we will apply the various principles you have studied in the previous semester so that we can have an understanding of the working of the various fluid machineries, right? We have studied fluid mechanics in the basics, principles, laws, phenomena, all use fluid machineries, hydraulic machinery, mainly hydraulic machineries. Hydraulic machineries എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, സോ ഫ്ലൂയിഡ് മെഷീനറീസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു. ഏതൊക്കെയാണ്? ഒന്ന് ടർബോ മെഷീൻസ്, വേറൊന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷീൻസ്. ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും പഠിക്കുന്നതായിരിക്കും. പക്ഷേ എന്താണ് ഈ ടർബോ മെഷീനും പോസിറ്റീവ് ഡിസ്പ്ലേസ് മെഷീൻ എന്നുള്ള ഒരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. സോ ടർബോ മെഷീൻ എന്ന് വെച്ചാൽ എന്താണ്? ടർബോ മെഷീൻ, MC എന്ന് വെച്ചാൽ മെഷീനാണ്. മെഷീൻ്റെ ഷോർട്ട് ഫോമാണ് MRC. നമ്മൾ സാധാരണ യൂസ് ചെയ്യാം. ഞാൻ അവർക്ക് MRC യൂസ് ചെയ്താൽ ഇറ്റ് മീൻസ് മെഷീൻ. ഓക്കെ, ടർബോ മെഷീൻ. So a turbo machine is a device that adds or extracts energy from or from the fluid by virtue of a rotating system of blades. എന്താണ് ടർബോ മെഷീൻ എന്ന് വെച്ചാൽ? ഒരു ഡിവൈസാണ്. ഒന്നുകിൽ അത് ഫ്ലൂയിഡിലേക്ക് എനർജി ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ നിന്ന് എനർജി എക്സ്ട്രാക്ട് ചെയ്യും. എങ്ങനെ? യൂസിങ് റൊട്ടേറ്റിംഗ് സിസ്റ്റം ഓഫ് ബ്ലേഡ്സ്. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ബ്ലേഡ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ടർബോ മെഷീൻ നിങ്ങൾ മനസ്സിലാദ്യം വരെ എന്താണ്? ടർബൈനാണ്. ഈ ടർബൈൻ എന്ന് വെച്ചാൽ ഇങ്ങനെ റൊട്ടേറ്റിംഗ് സിസ്റ്റം ഓഫ് ബ്ലേഡാണ്. അങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റം ഓഫ് ബ്ലേഡ്സ് യൂസ് ചെയ്തിട്ട് either you add energy to the fluid or extracts energy from the fluid. ഓക്കെ അല്ലേ? ഇപ്പോൾ ടർബൈൻ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? നമ്മളൊരു ഇപ്പോൾ നിങ്ങൾ ഡാം കേട്ടിട്ടുണ്ടാവും. ഡാമിൽ എന്താണ്? ഒരു പെൻസ്റ്റോക്ക് വഴി വെള്ളം എവിടത്തേക്ക് ടർബൈനിലേക്ക് പോകുമ്പോൾ ആ പെൻസ്റ്റോക്കിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശക്തിയിൽ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈന് കുറേ ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് എക്സ്ട്രാക്ട്സ് എനർജി, ടർബൈൻ എക്സ്ട്രാക്ട്സ് എനർജി ഫ്രം ദ ഫ്ലൂയിഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മൂവിങ് റൊട്ടേറ്റിംഗ് സിസ്റ്റം ഓഫ് ബ്ലേഡ്സ്. അല്ലേ? അതാണ് ടർബൈൻ. ഇറ്റ് എക്സ്ട്രാക്ട്സ് എനർജി ഫ്രം ദ ഫ്ലൂയിഡ്, അല്ലേ? പക്ഷേ പമ്പ് എന്താണ്? സോ ടർബൈൻ എന്നുവെച്ചാൽ ആഡ്സ് എനർജി. വേറൊരു ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട്. എന്താണ്? പമ്പ് എന്താണ്? ടർബൈൻ എക്സ്ട്രാക്ട്സ്. സോറി it extracts, അതായത്
വെള്ളത്തിൽ നിന്ന് ഫ്ലൂയിഡിൽ നിന്ന് എനർജി എക്സ്ട്രാക്ട് ചെയ്യും. പമ്പ് എന്താണ്? പമ്പ് ശരിക്കും വെള്ളത്തിലേക്ക് എന്താ എനർജി ആഡ് ചെയ്യും. കാരണം പമ്പ് ശരിക്കും ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലോവർ ഹൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു താഴെ നിന്ന് മുകളിലേക്ക് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യണമെങ്കിൽ അതിന് പ്രഷർ എനർജി ആഡ് ചെയ്യണം. സോ പമ്പ് ആഡ്സ് എനർജി. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് വെച്ചാൽ അതിന് കുറേ ബ്ലേഡ്സ് ഉണ്ടാവും. ബ്ലേഡ്സിൻ്റെ റൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ പമ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പമ്പ് എന്ന് വെച്ചാൽ ഒരു ടർബോ മെഷീനാണ്. രണ്ടാമത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ദാറ്റ് വിൽ ബി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷീൻസ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷീൻ. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷീൻ എന്ന് വെച്ചാൽ ഒരു ഫ്ലൂയിഡ് മാസ് ഈസ് ഫിസിക്കലി ഡിസ്പ്ലേസ്ഡ്. ഒരു ഫ്ലൂയിഡ് മാസ് ഈസ് physically displaced from one position to another owing to a mechanical action mechanical action mainly reciprocating action like piston. Example, piston. അതാണ് പിസ്റ്റൺ എന്ന് കേട്ടിട്ടുണ്ട്. ഈ ഒരു പിസ്റ്റൻ്റെ ടു ആൻഡ് ഫ്രോ ആക്ഷൻ കാരണം ഒരു സക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കുക, ഒരു സക്ഷൻ പ്രഷർ ഉണ്ടാക്കുക, പിന്നെ ഒരു ഡിസ്ചാർജ് പ്രഷർ ഉണ്ടാക്കുക. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ സപ്പോസ് നോക്കുക, ഒരു പിസ്റ്റൺ നിങ്ങൾ എൻജിൻ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഈ പിസ്റ്റൺ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കും. അങ്ങനെ വാട്ടർ സക്ക് ചെയ്യും. പിന്നെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനെ പുഷ് ചെയ്ത് വാട്ടർ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്ലേഡ്സിൻ്റെ റോട്ടറി മോഷൻ അല്ല, ഇവിടെ ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷീൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഫ്ലൂയിഡ് മെഷീനറി നമുക്ക് ബേസിക്കലി കാറ്റഗറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്താൽ ഒന്ന് ടർബോ മെഷീൻ, ഒന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷീൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ടറി പോർഷനിൽ നമുക്ക് ഫ്ലൂയിഡ് മെഷീനറി കേസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് സെക്ഷൻ, നമ്മൾ ഫസ്റ്റ് ടോപ്പിക് പഠിക്കേണ്ടത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് ആണ്. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ്. ആക്ച്വലി നമുക്കറിയാം ഒരു ടർബൈൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പെൽട്ടൺ ടർബൈൻ. എന്താണ് പെൽട്ടൺ ടർബൈൻ എന്നുള്ളത് നിങ്ങൾ വഴിയെ പഠിക്കും. പെൽട്ടൺ ടർബൈൻ ഞാനിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ടർബൈൻ വർക്ക് ചെയ്യുന്നത്, ഞാനൊരു ജെറ്റ് ഇങ്ങനെ പെൻസ്റ്റോക്കിലൂടെ ഒഴുകി വരുന്ന ഹൈ സ്പീഡ് ജെറ്റ് ഇതിനെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ? ടർബൈൻ്റെ കൂടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് കാരണം ഇതെന്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ജെറ്റ്, ഇതൊരു ജെറ്റിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഈ ജെറ്റിൻ്റെ ഇമ്പാക്റ്റ് എവിടെയുണ്ട്? ഈ കർവ്ഡ് ബ്ലേഡ്സിലുണ്ട്. കർവ്ഡ് ബ്ലേഡ്സിൻ്റെ മുകളിലൊരു ഈ ഇൻകമിങ് ജെറ്റ് ഓഫ് വാട്ടർ ജെറ്റിൻ്റെ ഇമ്പാക്റ്റ് ഓൺ കർവ്ഡ് ബ്ലേഡ്സ് ആണ് ഈ ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി ഒരു സീരീസ് ഓഫ് കർവ്ഡ് ബ്ലേഡ്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് എക്സേർട്ടഡ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് പഠിക്കുമ്പോൾ ആദ്യം സീരീസ് ഓഫ് കർവ്ഡ് ബ്ലേഡ്സ് പഠിക്കുന്നതിന് പകരം ഇത് കുറച്ച് ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ അല്ലേ? സീരീസ് ഓഫ് കർവ്ഡ് ബ്ലേഡ്സ് പഠിക്കുന്ന പകരം ജസ്റ്റ് സിംഗിൾ കർവ്ഡ് ബ്ലേഡ് പഠിക്കുന്നതായിരിക്കും എളുപ്പം അല്ലേ? സിംഗിൾ കർവ്ഡ് ബ്ലേഡിൻ്റെ മുകളിൽ ഒരു വാട്ടർ ജെറ്റ് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക? അതിനേക്കാൾ എളുപ്പമാണ് ഏത്? ഒരു സിംഗിൾ ഫ്ലാറ്റ് ബ്ലേഡ് ആദ്യം പഠിക്കുന്നത് അല്ലേ? സിംഗിൾ ഫ്ലാറ്റ് ബ്ലേഡ്, ഫ്ലാറ്റ് പ്ലേറ്റ് ബ്ലേഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് ബ്ലേഡ് അല്ല, ബ്ലേഡ് സാധാരണ കരോടെ ആയിരിക്കും. ഫ്ലാറ്റ് പ്ലേറ്റ് അത് നമ്മൾ ഇനീഷ്യലി സിംഗിൾ സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ്, ഇതെല്ലാം മൂവിങ് ആണ്. ഇതെല്ലാം മൂവിങ്. ഓൾ ദീസ് ത്രീ കേസസ് ആർ മൂവിങ്.
ഓൾ ദീസ് 3 കേസസ് ആർ മൂവിങ് ബ്ലേഡ്സ് ആണ്. ഈ മൂവിങ് ബ്ലേഡ്സിൻ്റെ മുകളിൽ ജെറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിക്കുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഏതാണ്? സീരീസ് ഓഫ് മൂവിങ് കർവ് ബ്ലേഡ്സിൻ്റെ മുകളിലുള്ള ജെറ്റിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് പഠിക്കണം. അത് പഠിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും സിംഗിൾ മൂവിങ് കർവ് ബ്ലേഡ്. ഒരു സിംഗിൾ കർവ് ബ്ലേഡ് മൂവിങ് ആവുന്ന കേസിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് വരിക. അതിനേക്കാളും കർവ്ഡിനെക്കാട്ടും എളുപ്പമാണ് ഏത്? ഒരു ഫ്ലാറ്റ് പ്ലേറ്റ്, മൂവിങ് ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ മുകളിലുള്ള ഇമ്പാക്റ്റ് കാണുന്നത്. അതിനേക്കാളും എളുപ്പമാണ് ഏത്? സിംഗിൾ സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ്. ഓക്കെ, ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ആദ്യം പഠിച്ച് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള അങ്ങനെ പോകുന്നവർക്ക് എളുപ്പമല്ല. ആദ്യം ഇത് പഠിക്കാം, പിന്നെ ഇത് പഠിക്കാം, പിന്നെ ഇത് പഠിക്കാം, അങ്ങനെ ലാസ്റ്റ് ഫൈനലി സീരീസ് ഓഫ് മൂവിങ് കർവ് ബ്ലേഡ്സിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കുന്നതായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് ഓർ ഓൺ എ സ്റ്റേഷനറി vertical flat plate. Okay, vertical flat plate. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നേ കുറച്ചൊരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ജെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ലിക്വിഡ് കംസ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് എ ജെറ്റ് ഫ്രം ദ ഔട്ട്ലെറ്റ് ഓഫ് എ നോസിൽ. ഒരു പൈപ്പ് ഉണ്ട്, ഇതിനൊരു ഞാനൊരു നോസിൽ ഫിറ്റ് ചെയ്ത്, ഒരു നോസിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. നോസിൽ എന്ന് വെച്ചാൽ ഒരു ഏരിയ, പ്രോഗ്രസീവ്ലി ഏരിയ കുറഞ്ഞു വരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ ഡിവൈസിലൂടെ നമ്മളൊരു വാട്ടർ ഇതിൽ ഫ്ലോ ചെയ്യിച്ചാൽ ഇവിടെ ഏരിയ കുറഞ്ഞുകൊണ്ട് എന്തായി? ഇതിൻ്റെ വെലോസിറ്റി, ഇപ്പോൾ ഇത് V1 ആണെങ്കിൽ ഇത് V2, ഇവിടെ എത്തുമ്പോൾ V2. ഈ V2 വിൽ ബി വെരി വെരി ഹൈ ദാൻ V1. വൈ? ബിക്കോസ് ഏരിയ ഓഫ് ഫ്ലോ ഇസ് റെഡ്യൂസ്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പൈപ്പിലൂടെ നിങ്ങൾ വെള്ളം ചീറ്റുന്നു, നിങ്ങൾ ആ പൈപ്പിൻ്റെ വായ, അതായത് ഓപ്പണിംഗ് ഓഫ് ദ പൈപ്പ്, യു ഹാവ് റെഡ്യൂസ് ദി ഏരിയ ഓഫ് ദ ഓപ്പണിംഗ് ഓഫ് യുവർ പൈപ്പ് യൂസിങ് യുവർ തമ്പ്, അല്ലേ? തമ്പ് യൂസ് ചെയ്തിട്ട് അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ സ്പീഡ് കൂടുന്നത് കാണാം. എന്തുകൊണ്ടാണ്? ഫ്ലോ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട്. നിങ്ങൾക്കറിയാം ഫ്ലോ റേറ്റ് വെച്ചാൽ എന്താ? ρAV = Q പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ AV ഈസ് കോൺസ്റ്റൻറ്റ്, കൺസർവേഷൻ ഓഫ് മാസ്, AV കോൺസ്റ്റൻറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടോ? അതായത് A1 V1 = A2 V2 എന്ന് പഠിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഏരിയ, ഇപ്പോൾ നമ്മൾ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ V2 വെലോസിറ്റി എന്തായാലും കൂടും. കാരണം AB കോൺസ്റ്റൻ്റ് അല്ലേ? AB കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി എന്തായാലും കൂടും. അതാണ് ഈ നോസിലിൻ്റെ പ്രത്യേകത. നോസിൽ നമ്മൾ ഏരിയ കുറക്കുന്നതാണ്, അപ്പോൾ വെലോസിറ്റി എന്തായാലും കൂടണം, അല്ലേ? സോ ലിക്വിഡ് കംസ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് എ ജെറ്റ് ഫ്രം ദി ഔട്ട്ലെറ്റ് ഓഫ് എ നോസിൽ വിച്ച് ഈസ് ഫിറ്റഡ് ടു എ പൈപ്പ് ത്രൂ വിച്ച് ദ ലിക്വിഡ് ഈസ് ഫ്ലോയിങ് അണ്ടർ പ്രഷർ. അപ്പോൾ ഈ ഒരു പൈപ്പിലൂടെ അണ്ടർ പ്രഷറിൽ ഫ്ലോ ചെയ്യുന്ന ഒരു ലിക്വിഡിന് ആ പൈപ്പിന് നമ്മളൊരു നോസിൽ ഫിറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നോസിലിൻ്റെ ഔട്ട്ലെറ്റിലെ ഏരിയ കുറയും, അതുകൊണ്ട് വെലോസിറ്റി കൂടും. ഒരു ഹൈ സ്പീഡ് ജെറ്റ് നമുക്ക് ഒരു നോസിലിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, ഇഫ് സം പ്ലേറ്റ് ഈസ് which may be fixed or moving is placed in the path of this jet. ഈ ജെറ്റിൻ്റെ പാത്തിൽ നിങ്ങളൊരു പ്ലേറ്റ് ഞാൻ വെക്കുന്നു, ഒരു ഫിക്സഡ് പ്ലേറ്റ്, അതായത് മൂവിങ് ഓർ നമ്മൾ ആദ്യം ഫിക്സഡ് എടുക്കുക, സ്റ്റേഷൻ എടുക്കുക, അതായിരിക്കും പറ്റുക. അപ്പോൾ അപ്പോൾ എന്ത് പറ്റും? ഈ ജെറ്റ് ഇതിൻ്റെ ഈ ജെറ്റിൻ്റെ പാത്തിൽ ഒരു ഫിക്സഡ് പ്ലേറ്റ് വെച്ചാൽ എന്ത് സംഭവിക്കും? എ ഫോഴ്സ് വിൽ ബി എക്സേർട്ടഡ് ഓൺ ദ പ്ലേറ്റ് ബൈ ജെറ്റ്, അല്ലേ? ആ ജെറ്റ് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് വിൽ ബി എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പ്ലേറ്റ്, അല്ലേ? ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പ്ലേറ്റ്. അപ്പോൾ ഇതിനങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യില്ലേ? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യില്ലേ? So this force is obtained from the Newton's second law of motion or impulse momentum equation. ആ ഫോഴ്സ് എങ്ങനെ കിട്ടുക? ആ ഫോഴ്സാണ് നമുക്ക് കിട്ടേണ്ടത്, അതാണ് ഇമ്പാക്റ്റ്. അത് കിട്ടുന്നത് മെയിൻലി നമ്മൾ ഒന്നുകിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്. എന്ത്? ഇമ്പൾസ്, അറിയില്ലേ? ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷൻ.
റേറ്റ് ഓഫ് മൊമെൻറ്റം ചേഞ്ച് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് എന്നുള്ള ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷൻ സെക്കൻഡിലോ അറിയില്ലേ. സോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണാം, ഇതാണ് നമ്മളെ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിൻ്റെ ബേസ് ആയിട്ടാണ് നമ്മൾ എന്ത് കാണാം, ഫോഴ്സ് എക്സേർട്ടഡിൻ്റെ വാല്യൂ കാണാം. ഓക്കെ, ദസ് ഇമ്പാക്ട് ഓഫ് ജെറ്റ് മീൻസ് ദി ഫോഴ്സ് എക്സേർട്ടഡ്. ഇമ്പാക്ട് ഓഫ് ജെറ്റ് മീൻസ് ഇതാണ്. ജെറ്റ് മീൻസ് ഫോഴ്സ് എക്സേർട്ടഡ് by the jet on a plate, maybe stationary or moving അല്ലേ. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ് ഉണ്ട്. ആ സ്റ്റേഷനറി പ്ലേറ്റ് വെർട്ടിക്കൽ ആകുമ്പോഴും ഇൻക്ലൈൻഡ് ആകുമ്പോഴും കർവ്ഡ് ആകുമ്പോഴും ഉണ്ട്. അതേപോലെ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ എ മൂവിങ് പ്ലേറ്റ് ഉണ്ട്. അത് വെർട്ടിക്കൽ ആകുമ്പോഴും ഇൻക്ലൈൻഡ് ആകുമ്പോഴും കർവ്ഡ് ആകുമ്പോഴും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒരു ബേസിക് പ്രീ റിക്വസൈറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ടർബൈൻ പഠിക്കുമ്പോൾ ആവശ്യമായ പ്രീ റിക്വസൈറ്റ് എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫോഴ്സ് എക്സേർട്ടഡ് ഇതിപ്പോൾ ഞാൻ പൈപ്പ് ഉണ്ട്, ഈ പൈപ്പിൽ ഒരു നോസിൽ ഫിറ്റ് ചെയ്തു. ഓക്കെ, ഈ നോസിലിൻ്റെ പാത്തിൽ ഞാനൊരു പ്ലേറ്റ് വെച്ചു. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഓക്കെ, ഇത് പൈപ്പ്, ഇത് നോസിൽ, ഇത് പ്ലേറ്റ്. ഇത് സ്റ്റേഷനറിയാണ്. ഒന്നാമത്തത് വെച്ചാൽ നമ്മൾ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ് കേട്ടോ. വെർട്ടിക്കൽ പ്ലേറ്റ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ഒരു വി എന്നുള്ള വെലോസിറ്റിയിൽ ഒരു ഫോഴ്സ്, ഒരു ജെറ്റ്, വാട്ടർ ജെറ്റ് ഇതിലേക്ക് എന്താണ് ഇമ്പാക്റ്റ് ചെയ്യും അല്ലേ, ഇതിലേക്ക് എക്സേർട്ട് ചെയ്യും. ഇപ്പോൾ എന്ത് സംഭവിക്കുക എന്താ വെച്ചാൽ ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടും. 90 ഡിഗ്രി ഡിഫ്ലക്ഷനിൽ ഈ ഫോഴ്സ്, ഈ വാട്ടർ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടും അല്ലേ. പിന്നെ ജെറ്റ് ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഫ്രം ദ നോസിൽ, ഈ ജെറ്റിന് ഞാൻ ഒരു ഫിക്സഡ് പ്ലേറ്റിലേക്ക് സ്ട്രൈക്ക് ചെയ്യാൻ അവസരം കൊടുക്കുന്നു. ആ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, the jet after striking the plate will move along the plate. അതായത് ഈ പ്ലേറ്റിന് പാരലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ബട്ട് ദ പ്ലേറ്റ് ഈസ് ഇൻ റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട്, അതായത് ജെറ്റിന് റൈറ്റ് ആംഗിൾ ആണല്ലോ പ്ലെയിനുള്ളത്, പ്ലേറ്റുള്ളത്. പ്ലേറ്റ് is at right angles to the jet, so the jet after striking will get deflected through 90 degree. ഇത് 90 ഡിഗ്രി എന്നുള്ളൊരു ആംഗിൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, hence the component of velocity of jet in the direction of jet after striking will be 0. നോക്കാം എന്താണ് പറഞ്ഞത്. ഇവിടെയുള്ള ഇനീഷ്യൽ വെലോസിറ്റി വി എന്നുള്ള ഡയറക്ഷൻ, ഒരു വാല്യൂവിൽ വരുന്ന വെലോസിറ്റി എക്സ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ. ഇനീഷ്യലി എക്സ് ഡയറക്ഷനിൽ വി എന്നുള്ള വെലോസിറ്റിയിൽ വന്നുകൊണ്ടുണ്ടായ ഒരു ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ഇവിടെ എന്താണ്, വെലോസിറ്റി സീറോ ആയി അല്ലേ. വെലോസിറ്റി സീറോ ആയി കാരണം എക്സ് ഡയറക്ഷനിൽ ഇപ്പോൾ വെലോസിറ്റി ഇല്ല. ദർ ഇസ് നോ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. ദർ ഈസ് നോ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ആഫ്റ്റർ സ്ട്രൈക്കിംഗ് കാരണം എല്ലാം 90 ഡിഗ്രിയിൽ എന്തായി, 90 ഡിഗ്രിയിൽ ഡിഫ്ലക്റ്റഡ് ആയി. അതുകൊണ്ട് ഇമ്പാക്റ്റിന് ശേഷം അല്ലെങ്കിൽ സ്ട്രൈക്കിങ്ങിന് ശേഷം വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ 0 ആയി. ഇനി നോക്കാം, സപ്പോസ് ഈ ജെറ്റിൻ്റെ ഡയ ഡി ആണെങ്കിൽ, ഞാനിങ്ങനെ എഴുതാം. വി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ജെറ്റ് വെക്കുക, ഡി ഡയമീറ്റർ ഓഫ് ദ ജെറ്റിൻ്റെ ഡയമീറ്റർ
ഡി ആണ്. സ്വാഭാവികമായിട്ട് സ്മോൾ എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ജെറ്റ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ജെറ്റ് അതെന്തായിരിക്കും? അതിൻ്റെ വാല്യൂ π/4 d² ആയിരിക്കും. π/4 d² ആയിരിക്കും അല്ലേ? π/4 d². അത് നമുക്കറിയാം. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഫോഴ്സ് exerted by the jet on the plate in the direction of jet, ജെറ്റിൻ്റെ ഡയറക്ഷനിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തത് എത്രയായിരിക്കും? അതെങ്ങനെ കാണാം? ആ എഫ് എക്സ് എന്നുള്ള ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് വെച്ചാൽ എക്സ് ആയിരുന്നല്ലോ ജെറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് വെച്ചാൽ എഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ മൊമെൻ്റ്, ഇമ്പൾസ് മൊമെൻ്റ് തിയറി അല്ലെങ്കിൽ ഇക്വേഷൻ പ്രകാരം എന്താണ് ഫോഴ്സ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ. കാരണം ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ് വേണ്ടത്. ഫോഴ്സ് ഇപ്പോൾ എക്സ് ഡയറക്ഷനിലാണ് എടുത്തത്, എക്സ് ഡയറക്ഷൻ. അതെന്താണ്? ഇനീഷ്യൽ മൊമെൻറ്റം റേറ്റ് ഓഫ് ചേഞ്ച് വെച്ചാൽ ഇനീഷ്യൽ മൊമെൻറ്റം മൈനസ് ഫൈനൽ മൊമെൻറ്റം അല്ലേ? ഫൈനൽ മൊമെൻറ്റം ഡിവൈഡ് ബൈ ടൈമാണ് റേറ്റ് ഓഫ് ചേഞ്ച്. ഇത് ചേഞ്ച്, ഇനീഷ്യൽ മൊമെൻറ്റം മൈനസ് ഫൈനൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ ചേഞ്ച്. അതിനെ ടൈമോട് ഡിവൈഡ് ചെയ്താൽ അത് റേറ്റ് ഓഫ് ചേഞ്ച് ആയി അല്ലേ? അപ്പോൾ എന്താണ് എഫ് എക്സ് എന്ന് വെച്ചാൽ? അപ്പോൾ ഇനീഷ്യൽ മൊമെൻ്റ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? മൈനസ് ഫൈനൽ മൊമെൻ്റ് വെച്ചാൽ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഇതെല്ലാം ഇൻ എക്സ് ഡയറക്ഷനാണ്. ഇൻ എക്സ് ഡയറക്ഷൻ. കാരണം നമ്മൾ എഫ് എക്സ് ആണ് എടുത്തത്. ഡിവൈഡ് ബൈ ടൈം അല്ലേ? ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ മാസ് കോമൺ ആയി, ടൈമും കോമൺ ആയി. അപ്പോൾ എഫ് എക്സ് എന്ന് വെച്ചാൽ മാസ് ബൈ ടൈം എടുത്തൂടെ? മാസ് ബൈ ടൈം. പിന്നെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഇത് എക്സ് ഡയറക്ഷനിലാണ് കേട്ടോ. രണ്ടും എക്സ് ഡയറക്ഷനിലാണ്. ഈ മാസ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ മാസ് എങ്ങനെ എഴുതാം? മാസ് ഓഫ് ദ ജെറ്റാണ്. മാസ് ഓഫ് ജെറ്റ് വെച്ചാൽ മാസ് എങ്ങനെ എഴുതാം? മാസ് ഈസ് ഈക്വൽ ടു ആക്ച്വലി മാസ് ബൈ വോളിയം ആണെന്ത്? ഡെൻസിറ്റി അല്ലേ? റോ. മാസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം എന്ന് എഴുതിക്കൂടെ? റോ ഇൻറ്റു വോളിയം. ഈ വോളിയം എന്താണ്? ഓക്കെ. അപ്പോൾ മാസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം. അപ്പോൾ നോക്കാം, മാസ് ബൈ ടൈം എന്തായിരിക്കും? മാസ് ബൈ ടൈം. നമുക്ക് മാസ് ബൈ ടൈം അല്ലേ വേണ്ടത്? മാസ് ബൈ ടൈം എന്തായിരിക്കും? റോ ഇൻറ്റു വോളിയം ബൈ ടൈം അല്ലേ? ഈ വോളിയം ബൈ ടൈം എന്താണ്? വോളിയം ബൈ ടൈമാണ് ഡിസ്ചാർജ്. AV, ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ? ഡിസ്ചാർജ്, വോളിയം ഡിസ്ചാർജ് അല്ലേ? വോളിയം ബൈ ടൈമാണ്. അതായത് ഒരു ടൈം, ഒരു സെക്കൻഡിലുള്ള വോളിയം ഫ്ലോ അതെന്താണ്? ഏരിയ ഇൻറ്റു ആക്ച്വലി ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. അതെങ്ങനെയാണ് വരിക? ഇങ്ങനെ കഴിഞ്ഞ അസംബ്ലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ശരിക്കും ഇങ്ങനെ നോക്കാം. ബെറ്റർ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഇങ്ങനെ. വോളിയം എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ? ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ? ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ ഏരിയ ഇൻറ്റു ലെങ്ത് ബൈ ടൈം. ഈ ലെങ്ത് ബൈ ടൈം എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈമാണ് വെലോസിറ്റി. അപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണെന്ത്? വോളിയം ബൈ ടൈം. വോളിയം ബൈ ടൈമിനെ AV കിട്ടും. മാസ് ബൈ ടൈമിന് എന്തായി? മാസ് ബൈ ടൈം ഈക്വൽ ടു റോ ഇൻറ്റു ഏരിയ സ്മോൾ എ അല്ലേ ഇവിടുത്തെ? സ്മോൾ എ ഇൻറ്റു വെലോസിറ്റി. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാണ് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് മാസ് ബൈ ടൈം.
ഇനി കമ്മിങ് ബാക്ക് ടു ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, എഫ് എക്സിൻ്റെ ഇക്വേഷൻ ഇതാ. എഫ് എക്സ് എന്ന് വെച്ചാൽ റോ എ വി, വെലോസിറ്റി വി ആയിരുന്നല്ലോ, അപ്പോൾ റോ എ വി മാസ് ബൈ ടൈം ഞാൻ റോ എ വി. ഇനീഷ്യൽ വെലോസിറ്റി വി ആണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്, കാരണം എക്സ് ഡയറക്ഷനിൽ 0. എഫ് എക്സ് ഈക്വൽ ടു റോ എ വി സ്ക്വയർ കിട്ടി, റോ എ വി സ്ക്വയർ. ഇതെന്താണ്? ഫോർ ഡിറൈവിംഗ് ദിസ് ഇക്വേഷൻ എന്താണ്? വി ഹാവ് ടേക്കൺ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ആൻഡ് നോട്ട് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. കാരണം എന്താണ്? The force exerted on the jet is to be calculated and final minus initial velocity should be taken. ഇതെന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ആണ്. ഇനി നമ്മൾ തിരിച്ച് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ജെറ്റ് തിരിച്ച്, അതായത് റിയാക്ഷൻ ആണ് കാണുന്നതെങ്കിൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജെറ്റ് പ്ലേറ്റ് റിയാക്ഷൻ വെച്ചാൽ ഫോഴ്സ് എക്സേർട്ടഡ് by plate on jet ആണെങ്കിലോ by plate on the jet ആണെങ്കിൽ നമ്മൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ എടുക്കേണ്ടി വരും. ഫൈനൽ വെലോസിറ്റി മൈനസ്, അപ്പം മൈനസ് റോ എ വി സ്ക്വയർ വരും. നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായി. മാഗ്നിറ്റ്യൂഡ് സെയിം ആയി. കാരണം ന്യൂട്ടൺസ് തേർഡ് ലോ അറിയാലോ, ആക്ഷൻ ടു റിയാക്ഷൻ റിലേഷൻ അറിയാലോ. എവറി ബോഡി ഹാസ് ഗോട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ ഒരു തേർഡ് ലോ എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ പ്ലേറ്റ് ജെറ്റിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ മൈനസ് റോ എ വി സ്ക്വയർ. സോ ഇതാണ് ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ എ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ്. എഫ് എക്സ് ഇക്വൽ റോ എ വി സ്ക്വയർ. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു വെക്കാം. ബാക്കി നമുക്ക് ഇപ്പോൾ ഞാൻ ഇത്ര പറയും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ കർവ്ഡ് പ്ലേറ്റും പിന്നെ എന്താണ് ഇൻക്ലൈൻഡ് ഫ്ലാറ്റ് പ്ലേറ്റ്, സ്റ്റേഷനറി കർവ് പ്ലേറ്റ്, ഇതിലേക്കൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പോകും. സോ സ്റ്റോപ്പിംഗ് ദിസ് സെഷൻ. താങ്ക് യു.